മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ശ്രേഷ്ഠ ബാവ തിരുമനസിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പ്രാർത്ഥനയും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ശ്രേഷ്ഠ ബാവ തിരുമനസ് എന്നും ഈ സഭയോട് ചേർന്ന് നിന്നാണ്. അതുപോലെ തന്നെ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും സഭയെ സ്നേഹിക്കുകയും മെത്രാപ്പോലീത്ത തിരുമനസിനെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ തിരുമേനി പ്രാർത്ഥിച്ച് അനുശോചനം രേഖപ്പെടുത്തും. ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നീച്ചാക്കണമേ രക്ഷകനാകും മശിഹായേ അബ്രഹാമിൻ മടിയിലവർ എന്നേക്കും വിശ്രമമേൽക്കണമേ. യഥാർത്ഥ പ്രധാന ആചാരണ കർത്താവ് മിശിഹായി ലോകത്തിൽ നിന്ന് വേർപെഞ്ഞിരിക്കുന്ന ഈ പുരോഹിത ശ്രേഷ്ഠനെ പുണ്യവാന്മാരായ അങ്ങയുടെ പുരോഹിതന്മാരുടെ സംഘത്തിലെത്തിച്ച് അങ്ങേക്ക് സ്തുതി പാടുന്നവരോടൊന്നിച്ച് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പാടി ആനന്ദിക്കുവാൻ അർഹനാക്കി തീർക്കണമേ. മുറൻ വാലോഹാൻ ലോൽമീ എൻ വിധിതർത്തൻ വൈരികളോട് പോരാടേണം. ഹാലേലൂയ. എന്നുദവിക്കായി നീ വാളും പരിചയവുമായി നിൽക്കേണം. എന്നാത്മാവിനെതിരായി പോർ നാണിച്ചിടും. ഹാലേലൂയ. പിന്തിരിയും ലജ്ജ വിവിശരാകും. ബാറക്കുമോറും മനവോലം വാദാമൽവോലം മാതാ ചോദ്യം ചെയ്യണമേ. എന്നെയത് സാത്താനേ ലോകത്തിൽ ഞാൻ മേവുമ്പോൾ അവനെന്നെ കെണിയിൽ വീഴ്ത്തി. നിന്റെ പിതാവിൻ തിരുമുമ്പിൽ നിന്നോടു ചേർന്നണയണമേ ഞാൻ. നീ മഹിമയെഴും പരിശുദ്ധൻ മാനവവത്സലനെന്നോടയോൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പോഴ്ചയും മനുഷ്യരുമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യന്മാരാക്കി തീർക്കണമേ. ബാറക് മോർ തൻ്റെ ബഹുമാന്യതയെ ശുശ്രൂഷിക്കുവാൻ പുരോഹിതന്മാരെ തിരഞ്ഞെടുത്ത പ്രധാനാചാര്യനും തൻ്റെ കൂദാശമനമായ സേവനത്തിന് വൈദികരെ നിയോഗിക്കുവാൻ തിരുമനസ്സായ സ്വർഗീയ സേനകളുടെ നാഥനും തൻ്റെ ദൈവിക കൂദാശങ്ങളുടെ പരിചാരകന്മാരെ എളിയവന്മാരായ മൺമേരെ നിയമിച്ച മഹാപ്രധാനാചാര്യനും തന്നെ സൂക്ഷിച്ചു നോക്കിക്കാണുവാൻ മാലാഖമാർ ആഗ്രഹിച്ചിരിക്കെ തൻ്റെ കൈകൾ മെനഞ്ഞുണ്ടാക്കിയ മൺപൂഴിയാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ തിരുമനസ്സായ സ്വർഗീയ രഹസ്യമായ കർത്താവേ, നിനക്ക് സ്തുതി. തൻ്റെ ദാസൻ്റെ മരണാനന്തര ശുശ്രൂഷ അടിയങ്ങൾ നിർവഹിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലഹുൻ യൗമോ സ്വദഹായ ഇലവൽമീ
ബാറക്മോർ ശരീരികളും അശരീരികളുമായ സകല ഗണങ്ങളുടെയും നാഥനും തൻ്റെ അദൃശ്യാവസ്ഥയിൽ മറവായിരിക്കുന്നവനും കൃപയിൽ ശ്രേഷ്ഠനുമായ കർത്താവേ, മൺമേരും ജഡീക വികാരങ്ങളിൽ ബന്ധിതരായ എളിയവരുമായ ഞങ്ങളെ മനുഷ്യസ്നേഹത്തോടെ നീ തിരഞ്ഞെടുത്തു. അഗ്നിയന്മാരും ആത്മീയരുമായ മാലാഖമാരുടെ കൂട്ടങ്ങൾക്കും ഗണങ്ങൾക്കും മറവായിരിക്കുന്ന ജീവപ്രദമായ ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നവരായ ഈ നിന്റെ മകനെ കരുണയോടെ വീക്ഷിച്ച് ആത്മീയമായ അണികളിൽ ഈ നിന്റെ ദാസനെ എണ്ണുകയും മാലാഖമാരുടെ ഗണത്തിൽ ഇവനെ ഉൾപ്പെടുത്തുകയും നിന്നെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവനെ ക്രമീകരിക്കുകയും സ്വർഗീയ ഐശ്വര്യങ്ങളാൽ ഇവനെ ആനന്ദിപ്പിക്കുകയും സ്ഥാനിയായ ആനന്ദ ഉയരങ്ങളിലേക്ക് ഇവനെ പ്രവേശിപ്പിക്കുകയും ആന്തരികമായ സന്തുഷ്ടി ഇവന് അവകാശമാക്കി നൽകുകയും ചെയ്യണമേ. കിരീടധാരണിയായ നിന്റെ സഭയിൽ ഇവൻ വസിച്ചുകൊണ്ട് നിന്റെ ആത്മീയ കടിഞ്ഞുൽ പുത്രന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് അവരോടുകൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്മോർ മെന്നാലോഹോൻ കാബേൽ ഹുസോയോദ ഹൗബേ വിശുബക്കോനോദ തോഹേ ബത്രൈഹൂനൽ മേലോലം മൽമീൻ. ഗാത്രത്തോടാത്മാവോതുന്നു സസമാധാനം പ്രിയ സഹജാമരുഗനീ പോകും നേൽ നിന്നരുകീം നിന്നേരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാനാശിക്കുന്നുണ്ടുത്ഥാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും പാർക്കുമോ. മശിഹാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാഹളമോതും നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉത്ഥാനം ചെയ്തിടും. ദീപികയാളിച്ചിട്ടവരെത്തും മണവാളനുമായി മാണവറയിൽ പൂകിടുവാൻ മുറിയോറാകെ മേലേനു. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. ും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതർ തന്നുയരും സുതനെന്നു ശരീരാൻ മക്കൾ പാടണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ശിക്ഷയിലെ നീ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് ശംശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അർദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറുതനീഷ്യസ് യുഹാൻ മെത്രാപ്പോലിത്തായുടെ ദേഹവിയോഗത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ അനുശോചനം അഭിമന്യ പിതാക്കന്മാരോടും സഭാഭാരവാഹികളോടും സഭയിലെ വൈദികരോടും ആത്മായ പ്രതിനിധികളോടും ചേർന്ന് നിന്നുകൊണ്ട് വളരെ വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവം ഈ പുണ്യപ്പെട്ട സഭയെ അറിയിക്കുന്നു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് എന്നും ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി, അഭ്യുദയകാംക്ഷിയായി, പ്രയാസഘട്ടങ്ങളിൽ ചേർന്ന് നിന്ന് ശ്രേഷ്ഠ ബാവ തിരുമേനിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു പിതാവായിരുന്നു മെത്രാപ്പോലിത്ത തിരുമേനി. പരിശുദ്ധ പത്രീർക്കീസ് ബാവായുമായി നല്ല ബന്ധത്തിലായിരുന്നു. പരിശുദ്ധ ഇഗ്നാത്യൂസ് എഫ്രേം രണ്ടാമൻ ബാവ തിരുമേനിയുടെ അനുശോചന സന്ദേശത്തിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. അന്ത്യോക്യൻ പാരമ്പര്യമുള്ള സഭയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച, അതിനുവേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു മെത്രാപ്പൊലിത്തയായിരുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിലെ പരമാധ്യക്ഷനായ മോർ യുഹാൻ അത്തനേഷ്യസ് മെത്രാപ്പൊലിത്ത. വ്യക്തിപരമായ സ്നേഹവും അടുപ്പവും അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ സുവിശേഷീകരണവും, വിശക്കുന്നവനപ്പമായി, രോഗിക്ക് ഔഷധമായി, ഭവനമില്ലാത്തവർക്ക് വീടായി ഒക്കെ അദ്ദേഹത്തിൻ്റെ വ്യാപൃതമായ മേഖലയിലൂടെ ആഗോളതലത്തിൽ ശുശ്രൂഷ ചെയ്തു. ഒരു വലിയ സഭാഗാത്രത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അഭിമാനിക്കാവുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നുള്ള ഈ വിയോഗമുണ്ടാക്കുന്ന ആഘാതം, അതിൽ നിന്നും ഈ സഭയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ കരുത്തോടുകൂടി അദ്ദേഹം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയെങ്കിലും അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ സഭയിൽ, സമൂഹത്തിൽ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട്, അതെല്ലാ അർത്ഥത്തിലും പൂർണ്ണത്തിൽ നിർവഹിക്കുവാൻ ഇനിയും മുന്നോട്ടുള്ള ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ യാത്രയിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് എല്ലാ കരുതലും താങ്ങും തണലുമായി അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പൊലീത്തായുടെ കുടുംബത്തെ പ്രത്യേകം അനുശോചനം അറിയിക്കുന്നു. എല്ലാ അഭിവന്ദരായ പിതാക്കന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആഗോളതലത്തിലുള്ള സഭയിലെ എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.